ഹലോ നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, നമ്മുടെ ചാനൽ വഴി നമ്മൾ വർക്കൗട്ട് വീഡിയോസുകളൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾ അതിനൊക്കെ നല്ല സപ്പോർട്ടാണ് തരുന്നത്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നത്. നിങ്ങൾ ഇത് ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, എന്നാലും പറയാതെ നിവർത്തിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു വലിയൊരു പ്രവണതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരോടും നിങ്ങൾ ഒരു 15 മിനിറ്റ് ദിവസവും വ്യായാമം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മടിയാണ്. പലരും പറഞ്ഞു, എന്തിനാണ് വ്യായാമം ചെയ്യുന്നത്? ഈ പറയുന്ന ആൾക്കാർക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്നുകൾ മേടിച്ച് ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്. യാതൊരു പ്രശ്നങ്ങളുമില്ല, യാതൊരു മടിയുമില്ല, വലിയ ഉന്മേഷവും ഉത്സാഹവുമാണ് മരുന്നുകൾ കഴിക്കുക. ആ സമയം വ്യായാമം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, അസുഖങ്ങളില്ലാത്ത ഒരാൾ പോലും ഇല്ല. ചെറുപ്പക്കാരിൽ പോലും പല പല അസുഖങ്ങളാണ് കണ്ടുവരുന്നത്. അതിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഹോസ്പിറ്റലുകൾ മുളച്ച് വരുന്നത്. ഇഷ്ടം പോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹോസ്പിറ്റലുകളുണ്ട്, ഇല്ലേ? ആ സമയം നിങ്ങളുടെ ഒരു 10 മിനിറ്റ് ഹെൽത്ത് ക്ലബ്ബിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ ഒന്ന് വ്യായാമം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ചെയ്യില്ല. ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യായാമത്തെ കൂടെ മാറ്റിയെടുക്കാവുന്ന നിങ്ങളുടെ പല പ്രശ്നങ്ങളും നിങ്ങൾ അനാവശ്യമായ രീതിയിൽ പലരും ഒറ്റമൂലികളുടെ പുറകിലൊക്കെയാണ് പോകുന്നത്. വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ ഒറ്റമൂലികൾ, ശരീരത്തിന് വണ്ണം കുറയ്ക്കാനായിട്ട് ഒറ്റമൂലികൾ, കരൾ രോഗത്തിന് ഒറ്റമൂലികൾ, കിഡ്നി രോഗത്തിന് ഒറ്റമൂലികൾ, അങ്ങനെ ഒറ്റമൂലികൾ തേടി നമ്മൾ പോവുകയാണ്. കുറെ പേര് അല്ലാത്ത ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി നടക്കും. നിങ്ങൾ അസുഖം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടേഴ്സിനെ പോയി കാണണം, നിങ്ങൾ മരുന്നും കഴിക്കണം. പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ വ്യായാമം ചെയ്യാൻ ഇത്ര മടി? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഓടിക്കുന്ന ഒരു കാറോ ബൈക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ കൃത്യസമയത്ത് നിങ്ങൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാറില്ലേ? എൻജിൻ ഓയിൽ മാറ്റേണ്ട സമയത്ത് നിങ്ങൾ എൻജിൻ ഓയിൽ മാറ്റും. അതിൻ്റെ ബ്രേക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉടനെ അതിൻ്റെ കംപ്ലൈൻറ്റ് ശരിയാക്കും. അതിൻ്റെ ആക്സിലേറ്ററിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിയാക്കും. അങ്ങനെ അത് എല്ലാം ശരിയാക്കിയിട്ടാണ് നിങ്ങൾ റോഡിലിറക്കുന്നത്. അത് ശരിയാക്കാതെ നിങ്ങൾ റോഡിലിറക്കിയാൽ അത് റോഡിൽ കിടക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ശരീരവും. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനക്ഷമത എന്ന് പറയുന്നത്. നിങ്ങൾ നല്ല ആഹാരം കഴിക്കില്ല, നിങ്ങൾ കണ്ട ഹോട്ടലുകളിലെല്ലാം കയറിയിട്ട് ഒരുപാട് ജങ്ക് ഫുഡ്സുകളൊക്കെ കഴിച്ചിട്ട് വ്യായാമം ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം ഓരോ ദിവസം കഴിയുമ്പോഴും ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അസുഖങ്ങളും പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസുഖം വരട്ടെ, ഡോക്ടർമാരുണ്ടല്ലോ, മരുന്ന് കഴിക്കാമല്ലോ, മാറ്റിയെടുക്കാമല്ലോ എന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം. പക്ഷെ ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദിവസേന ഒരു 15 മിനിറ്റെങ്കിലും വ്യായാമത്തിനായിട്ട് മാറ്റിവെച്ചു നോക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ ഈ വ്യായാമങ്ങൾക്ക് കഴിയും. നിങ്ങൾ അധിക സമയമൊന്നും നിങ്ങൾ ചെലവഴിക്കേണ്ട, വെറും 15 മിനിറ്റ്. ഏത് പ്രായത്തിലുള്ളവർക്കും വ്യായാമങ്ങൾ ചെയ്യാം. ഓക്കെ, 60 വയസ്സായാലും 70 വയസ്സായാലും 80 വയസ്സായാലും വ്യായാമങ്ങൾ ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന വ്യായാമങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ക്ഷമത വർദ്ധിപ്പിക്കുകയാണ്. നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് വളരെയേറെ ഗുണമാണ് വ്യായാമം ചെയ്യുന്നത്. ഇപ്പൊ നോക്കൂ, നമുക്ക് പല കുട്ടികളിൽ, നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ കാണപ്പെടുന്ന ഡിപ്രഷൻ, ആൻസൈറ്റി, അതേ കണക്കുള്ള പല പല മെന്റൽ പ്രശ്നങ്ങളും അവർക്കും ഉണ്ടാവാറുണ്ട്. കൃത്യമായിട്ടുള്ള വ്യായാമം വഴി നിങ്ങളുടെ മാനസികാരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടും എന്നുള്ളതിന് ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുണ്ട്, പഠനങ്ങളുണ്ട്. നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുവാനും അതേപോലെ തന്നെ നിങ്ങളുടെ മാനസിക നിലകളെ, നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാനും വ്യായാമങ്ങൾ നിങ്ങൾ പതിവാക്കുക.
നിങ്ങൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിക്കുന്നുണ്ട്, നിങ്ങളുടെ ദഹന പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാവുന്നുണ്ട്, നിങ്ങളുടെ ജോയിൻസുകളും നിങ്ങളുടെ പേശികളും എല്ലാം നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ ഒതുങ്ങാത്ത അത്ര ആരോഗ്യ ഗുണങ്ങളാണ് വ്യായാമം വഴി നിങ്ങൾക്ക് കിട്ടുന്നത്. എത്ര പറഞ്ഞു കൊടുത്താലും വ്യായാമം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മടിയാണ് ആൾക്കാർക്ക്. നമ്മുടെ ശരീരം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം കടമയാണ്. ഓക്കെ, മറ്റുള്ള ഒരാൾ നിങ്ങളെ ആരോഗ്യം, ഇപ്പം നിങ്ങളിപ്പം ഒരു ജിമ്മിൽ പോകുന്നു, നിങ്ങളിപ്പോൾ ജിമ്മിൽ പോകുന്ന സമയത്ത് ഒരു 95% ആൾക്കാർ നിങ്ങളെ പരിഹസിക്കുകയാണ്. എനിക്ക് അനുഭവമുള്ളതാണ്, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ പരിഹസിക്കും. ആ പരിഹാസം കേട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു 40-50 വയസ്സുള്ള ആൾക്കാരൊക്കെ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആൾക്കാർ ഇത്രയും പ്രായമായില്ല, നമുക്ക് വേറെ പണിയില്ലാതാണ് ചോദിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സ് മടിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവരെ കണ്ടല്ല ജീവിക്കേണ്ടത്. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സ്വന്തമാണ്. അതിനെ നിങ്ങൾ ആരോഗ്യകരമായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ജിമ്മിൽ പോകുന്നത് അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നത്. മറ്റുള്ളവർ പറയുമ്പോൾ കേൾക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. അസൂയ മൂത്ത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് വേറൊരാൾ ചെയ്യുന്നുവെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന അസൂയ മാത്രമാണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഡോക്ടറോട് പോയി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അസുഖങ്ങൾ വന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ മരുന്നും മേടിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പലരും ചോദിക്കും, എവിടെ പോയി? ഹോസ്പിറ്റലിൽ പോയി. ആ, നല്ല കാര്യം. ആ സമയം നിങ്ങളൊരു ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എവിടെ പോയി? ജിമ്മിൽ പോയി. നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കുന്നവരാണ് 95% ആൾക്കാർ. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കുക, അതാണ് പ്രധാനം. ഓക്കെ, ആരോഗ്യം സർവ്വധനാൽ പ്രധാനമെന്നാണ്. നമ്മൾ എന്തൊക്കെ നേടിയെടുത്തിട്ടും നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല, നല്ല ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പരസഹായം കൂടാതെ നടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് നേടി, എത്ര പണം നിങ്ങൾ നേടിയാലും, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ നേടിയാലും നിങ്ങൾക്ക് അതുകൊണ്ട് എന്താണ് പ്രയോജനം? ആരോഗ്യത്തെ നശിപ്പിച്ചു കളയാതിരിക്കുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സ്വത്താണ്. നിങ്ങൾ വ്യായാമം ചെയ്യൂ. നിങ്ങൾ എന്തിനും മടിക്കണം, എന്തിനും ഭയക്കണം? അത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും വരുത്തില്ല. നിങ്ങൾക്ക് ഗുണങ്ങൾ മാത്രമേ തരൂ. മുടങ്ങാതെ, മടിക്കാതെ നാളെ മുതൽ നിങ്ങൾ വ്യായാമം സ്റ്റാർട്ട് ചെയ്യൂ. നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം, നിങ്ങളൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് ബഹുമാനം തോന്നും, നിങ്ങളോട് മതിപ്പ് തോന്നും. ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ മിക്കവാറും ആൾക്കാരൊക്കെ കുറെ അരിഷ്ടവും മേടിച്ചു കുടിച്ച്, കുറെ തൈലവും തേച്ച്, കൊച്ചുമക്കളെയും നോക്കി വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്. കുറെ അസുഖങ്ങളും കാണും കൂടെ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മടിച്ചിരിക്കുന്നത് വ്യായാമം ചെയ്യാനായിട്ട്? 50 വയസ്സായാലും 60 വയസ്സായാലും 70 വയസ്സായാലും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ആരോഗ്യത്തിലൂടെ ജീവിക്കാനായിട്ട് പറ്റും. അതിന് നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ഒരു വരദാനമാണ് വ്യായാമം എന്ന് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വ്യായാമം എന്ന് പറയുന്ന ആ ഒരു അത്ഭുത മരുന്ന്, ഞാൻ ആ അത്ഭുത മരുന്നാണ് പറയുന്നത്, നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക. ഓക്കെ, അപ്പം ഇന്ന് ഇത് പറയാനായിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോടൊന്ന് പറഞ്ഞു തരാമെന്ന് കരുതി. എത്ര പേര് കാണും എന്നൊന്നും എനിക്കറിയില്ല, എത്ര പേര് ഫുള്ളായിട്ടൊന്ന് കാണുമെന്നും എനിക്കറിയില്ല. എന്നാലും
ഒന്ന് പറയണമെന്ന് തോന്നി. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണുന്നത്